അല്ല, അങ്ങനെ തോന്നിയ സമയം എടുക്കുമെന്നൊന്നുമല്ലോ. ഈ പറഞ്ഞ താങ്കൾ തന്നെ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞ തിങ്കളാഴ്ച റിസൾട്ട് വന്ന് ഇന്നേക്ക് ഒരാഴ്ച തികയുന്നു. ഈ ഒരാഴ്ച തികയുന്നതിനിടയിൽ കോൺഗ്രസിന് ഈ പറഞ്ഞ CLP മീറ്റിംഗ് നടന്നു. ഈ പറഞ്ഞ ബന്ധപ്പെട്ട നേതാക്കന്മാരെ ഡൽഹിയിലേക്ക് ആദ്യഘട്ടത്തിൽ വിളിപ്പിച്ചു. അതിന്റെ തുടർ ചർച്ചയുടെ ഭാഗമായിട്ടാണ് നാളെ മുൻ KPC അധ്യക്ഷന്മാർ ഉൾപ്പെടെയുള്ളവരുമായി ഹൈക്കമാൻഡ് ചർച്ച നടന്നത്. ഈ ചർച്ചകളൊക്കെ നടക്കാതെ ഈ പറഞ്ഞതുപോലെ ഒറ്റയടിക്ക് ഒരു തീരുമാനം പ്രഖ്യാപിച്ചാൽ ഇതേ പറഞ്ഞ് നിങ്ങൾ തന്നെ എന്താ പറയുക? ഈ പറഞ്ഞ ഈ പറഞ്ഞ 3 പ്രധാനപ്പെട്ട ക്ലെയിം ഉന്നയിക്കുന്ന നേതാക്കന്മാരുമായി ചർച്ച നടന്നു. എല്ലാ നിയമസഭാ കക്ഷി അംഗങ്ങളുമായും ചർച്ച നടന്നു. ഘടകകക്ഷികളുമായി ചർച്ച നടന്നു. ആ ചർച്ച അവസാനത്തെ ചർച്ച പൂർത്തിയാക്കി രമേശും സതീശനും കേരളത്തിലേക്ക് മടങ്ങുക വരെ ചെയ്തു. തീരുമാനം എന്താ പ്രഖ്യാപിക്കാത്തതാണ് ചോദ്യം. അതിന് പ്രോസസ്സ് എല്ലാം കഴിഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞു വരുന്ന കാര്യം. എല്ലാ പ്രോസസ്സും കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് ഇത് പ്രഖ്യാപിക്കാൻ പറ്റുന്നില്ല. കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രി തെരഞ്ഞെടുക്കുന്ന പ്രോസസ്സ് കഴിഞ്ഞു എന്ന് താങ്കൾക്ക് എങ്ങനെയാണ് പറയാൻ വേണ്ടി കഴിയുക? ഇനിയുള്ള പ്രോസസ് എന്താണ്? അപ്പൊ താങ്കൾ അത് പ്രോസസ്സ് എല്ലാം കഴിഞ്ഞു എന്ന് താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇനിയുള്ള പ്രോസസ് എന്താണ്? ഞാൻ ചോദിക്കട്ടെ, തമിഴ്നാട്ടിലെ വിജയ്ക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല. അയാളെ പുറകെ നടന്ന് 4 കക്ഷികളെയും സംഘടിപ്പിച്ച് ഭൂരിപക്ഷം ഉണ്ടാക്കി 4 തവണ ഗവർണറെ കണ്ട് സത്യപ്രതിജ്ഞ ചെയ്ത് പരിപാടി തുടങ്ങി. നിങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ട്, എല്ലാം ഉണ്ട്. ഇപ്പോഴും ഒരു മുഖ്യമന്ത്രി ആരാണെന്ന് തീരുമാനിക്കാൻ പറ്റില്ല. ഇതിനേക്കാൾ സങ്കീർണമായിരുന്നു വിജയുടെ അവസ്ഥ. അയാൾ സർക്കാർ ഉണ്ടാക്കി. നിങ്ങൾ ഇനി ഏത് പ്രോസസ്സിന്റെ കാര്യം പറഞ്ഞത്? ഏത് പ്രോസസ്സാണ് ഇപ്പം പെൻഡിങ് ഒന്ന് പറയാമോ? താങ്കൾ ഈ പറയുന്ന നേരത്തെ തന്നെ താങ്കൾ മീഡിയ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്ത കേരളത്തിലെ മുൻ KPC അധ്യക്ഷന്മാർ ഉൾപ്പെടെയുള്ളവരെ നാളെ ഡൽഹിയിലേക്ക് ചർച്ചയുമായി ബന്ധപ്പെട്ട് വിളിച്ചിട്ടുണ്ട് എന്ന് താങ്കൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലേ? താങ്കൾ ഉൾപ്പെടെ വാർത്ത വായിച്ചല്ലോ. താങ്കൾ എന്താണ് ഈ പ്രോസസിന്റെ ഭാഗമല്ല, അത് വെറുതെ ഇങ്ങനെ ആളെ കളിയാക്കി വിളിപ്പിച്ചാണെന്നാണോ താങ്കൾ കരുതുന്നത്? ഇതൊക്കെ ഈ പ്രോസസിന്റെ ഭാഗം തന്നെയല്ലേ? ഇങ്ങനെ കോൺഗ്രസിനെ അങ്ങ് കുറ്റപ്പെടുത്താൻ കോൺഗ്രസിന് ഈ പറഞ്ഞു ഞങ്ങൾക്ക് കേൾക്കേണ്ട ഞങ്ങളെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകളെ അഭിപ്രായം തേടുന്നതിന് ഇങ്ങനെ അങ്ങ് അതിനുള്ള സമയം എടുക്കുമ്പോൾ നിങ്ങളെ കൊണ്ട് ഒന്നിനും കൊള്ളാത്തവരാണ്, നിങ്ങൾക്കൊരു മുഖ്യമന്ത്രി തെരഞ്ഞെടുക്കാൻ കഴിയാത്തവരാണെന്ന് അധിക്ഷേപിക്കുന്നതിൽ എന്താണ് കാര്യം? വളരെ കൃത്യമായി കേരളത്തിലെ ജനങ്ങൾ ഞങ്ങൾക്കൊരു മാൻഡേറ്റ് തന്നിട്ടുണ്ട്. അത് കൃത്യമായി ഈ പറഞ്ഞ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളെ ആലോചിച്ച് തീരുമാനിച്ച് എടുക്കാനുള്ള അധികാരം കൂടെ തന്നെയാണ്. അല്ലാതെ ഈ പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പിന് റിസൾട്ട് വന്ന് പിറ്റേ ദിവസം മുഖ്യമന്ത്രി പ്രഖ്യാപിക്കണമെന്നുള്ള ഒരു പ്രഖ്യാപനം അല്ല കേരളത്തിലെ ജനങ്ങൾ തന്നത്. നിങ്ങൾക്ക് ഈ പറഞ്ഞ MLA-മാർ ഉൾപ്പെടെയുള്ളവർക്ക് എല്ലാവർക്കും ഇവിടെ ഘടകകക്ഷികളിൽ പ്രധാനമായും പലരും പറയുന്നത് ജനവികാരം എന്നൊരു സംഗതി ഉണ്ട്, അതിനെ മാനിക്കണം എന്നാണ്. നിങ്ങൾ കാണുന്ന ജനവികാരം എന്ന് പറഞ്ഞാൽ ഏത് ടൈപ്പ് ഓഫ് ജനവികാരമാണ്? ഇപ്പോൾ VD സതീശനാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ നേതൃസ്ഥാനീയനായി മുന്നിൽ നിന്നത്. അയാൾക്ക് സ്വാഭാവികമായിട്ട് ഈ പദവി കിട്ടാൻ അർഹതയുണ്ട്. അതുകൊണ്ട് അത് മാനിക്കണം എന്ന അഭിപ്രായമുള്ള ഘടകകക്ഷികൾ ഒന്നിൽ കൂടുതൽ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഏറ്റവും പ്രബല കക്ഷി പോലും ആ അഭിപ്രായത്തിലാണ്. ആ ജനവികാരം ഒരു പ്രധാനപ്പെട്ട സംഗതി ഫാക്ടറാണോ തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക്? അതോ ജനവികാരം എന്ന് പറയുന്ന സംഗതി എങ്ങനെ സതീശൻ്റെ ഒരാളുടെ കൂടെ മാത്രമൊന്നുമല്ല, എല്ലാവരെയും ജനം പിന്തുണയ്ക്കുന്നുണ്ട് എന്ന മട്ടാണോ നിങ്ങൾ? അല്ല, ഞങ്ങൾക്ക് ഏതെങ്കിലും പലതരത്തിലുള്ള വികാരമുണ്ട്. അത് ജനവികാരം മാത്രമല്ല, എല്ലാ തരത്തിലുള്ള വികാരങ്ങളെയും കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് എല്ലാ തീരുമാനങ്ങളും പൊതുവിൽ എടുക്കപ്പെടുന്നത്. ഇപ്പൊ ഘടകകക്ഷികളായിട്ടുള്ള ആളുകൾക്ക് കൃത്യമായ അഭിപ്രായം പറയാൻ മറ്റൊരു തരത്തിലുള്ള ഭയപ്പാടും ഇല്ലാതെ തന്നെ ഇപ്പൊ LDF-ലൊന്നും ഉള്ള പോലെയല്ല, വളരെ കൃത്യമായി സ്വതന്ത്രമായി തങ്ങളുടെ അഭിപ്രായവും നിലപാടും പറയാനുള്ള വേദി UDF-നെ സംബന്ധിച്ചുണ്ട്. അത് കോൺഗ്രസിന്റെ ഏത് ഹൈക്കമാൻഡിനോടാണെങ്കിലും ഇന്ന വിഷയത്തിൽ ഞങ്ങളുടെ അഭിപ്രായം എന്ന് പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും UDF-നകത്ത് ഘടകകക്ഷികൾക്കുണ്ട്. അവരത് തുടർന്ന് പ്രകടിപ്പിച്ചോട്ടെ. കൃത്യം ഈ പറഞ്ഞ MLA-മാർക്ക് അവർ ഈ പറഞ്ഞ എല്ലാ തരത്തിലും അവരുടെ അഭിപ്രായം പറയാനും പറയാതിരിക്കാനും ഏത് രീതിയിലും ഏത് നേതാവിനെ പിന്തുണയ്ക്കാനുള്ള സ്വാതന്ത്ര്യം കോൺഗ്രസിലുണ്ട്. ഇതൊക്കെ സമീകരിച്ച് ക്രോഡീകരിച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ളതൊരു ദൗത്യം തന്നെയാണല്ലോ. ആ ദൗത്യമാണല്ലോ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുള്ളൊരു സാവകാശം മാത്രമാണ് ചോദിക്കുന്നത്. അല്ലാതെ ഞങ്ങൾ